പശുക്കളിലെ ഗർഭപാത്രം തള്ളൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സർവ്വസാധാരണമല്ലെങ്കിലും പശു വളർത്തുന്ന ക്ഷീരകർഷകരെ നിരന്തരമായി ശല്യപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ഗർഭപാത്രം തള്ളൽ. പൊതുവെ ഗർഭിണിയായ പശുക്കൾക്കും അതുപോലെ തന്നെ പ്രസവശേഷമുള്ള പശുക്കൾക്കുമാണ് ഗർഭപാത്രം തള്ളുക എന്ന രോഗമുണ്ടാകുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, പ്രസവത്തിന് മുമ്പ് സാധാരണയായി കാണുന്ന വജൈനൽ പ്രൊലാപ്സ്. ഇവിടെ രണ്ട് തരത്തിലുള്ള തള്ളലുണ്ടാകുന്നു. ഒന്ന്, കുട്ടി വയറ്റിൽ വലുതാകുന്നതിനനുസരിച്ച് കുട്ടിയുടെ വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ വലുപ്പം കൊണ്ടുണ്ടാകുന്ന തള്ളൽ. രണ്ട്, വയർ ഓവറായിട്ട് നിറഞ്ഞിരിക്കുമ്പോൾ, അതുമാത്രമല്ല പ്രത്യേകിച്ച് പശുക്കൾ കിടന്നു കഴിയുമ്പോൾ വയറിന് വികസിക്കാനുള്ളൊരു സ്പേസ് കിട്ടാണ്ട് വരുമ്പോൾ ഉള്ള തള്ളൽ. ആ സമയത്ത് ഗർഭപാത്രത്തിൻ്റെ മുഖം അല്ലെങ്കിൽ യോനിയുടെ ഭാഗം മാത്രം പുറത്തേക്ക് തള്ളുന്നതിനാണ് നമ്മൾ വജൈനൽ പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പശുക്കളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഒന്ന്, ഗർഭപാത്രം തള്ളുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് മാലിന്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് കഴുകിയ ശേഷം പശുവിനെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് ആ ഒരു സ്പേസ്, ആ മർദ്ദം കുറയുന്നത് കൊണ്ട് ഗർഭപാത്രം തിരികെ ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ ഒന്നെങ്കിൽ ലൈറ്റായിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയോ അല്ലെങ്കിൽ ഡെറ്റോളോ, അതൊന്നല്ലെങ്കിൽ ലേശം ഉപ്പിട്ട വെള്ളം കൊണ്ടോ, വളരെ ചെറിയ അളവിൽ ഉപ്പ് ഇട്ട വെള്ളം കൊണ്ട്, ചെറു ചൂടുവെള്ളമാണെങ്കിൽ വളരെ നല്ലത്, എന്നാൽ ചൂട് കൂടാൻ പാടില്ല, അങ്ങനെയുള്ള വെള്ളം കൊണ്ട് വൃത്തിയായിട്ട് കഴുകിക്കഴിഞ്ഞാൽ ആ മാലിന്യങ്ങൾ പോകാനും ആ നീർക്കെട്ടുണ്ടെങ്കിൽ ആ നീര് പോകാനും നല്ലതാണ്. അതിനുശേഷം പതുക്കെ ഒന്ന് പശുവിനെ എഴുന്നേൽപ്പിച്ചിട്ടും ഗർഭപാത്രം ഉള്ളിലോട്ട് പോകുന്നില്ലെങ്കിൽ കൈകൊണ്ടൊന്ന് പതുക്കെ താങ്ങി പൊന്തിച്ച് പിടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പുറത്തേക്ക് തള്ളി വന്നിരിക്കുന്ന ഭാഗം ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ ഗർഭപാത്രം ഉള്ളിലേക്ക് പോകുള്ളൂ. ഇങ്ങനെ പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കേണ്ടതും ഡോക്ടറുടെ അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ വൃത്തിയായി കഴുകി ഉള്ളിലോട്ടാക്കി സ്റ്റിച്ച് ഇട്ട് തരികയും ചെയ്യുന്നതാണ്. അങ്ങനെ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ പ്രസവത്തിനോട് സമയത്ത് അല്ലെങ്കിൽ പ്രസവ വേദന കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് കട്ട് ചെയ്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ തടസ്സം വരാം, അല്ലെങ്കിൽ ആ വജൈനൽ ലിപ്സ് മുറിയാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ പ്രൊലാപ്സ് എന്ന് പറയുന്നത് യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം മുഴുവൻ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. അങ്ങനെ പുറത്തേക്ക് വരികയാണെങ്കിൽ അത് നിൽക്കുന്നൊരു പശുവാണെങ്കിൽ അതിൻ്റെ യോനിയുടെ ഭാഗം തൊട്ട് നിലം വരെ മുട്ടത്തക്ക രീതിയിലായിരിക്കും ഗർഭപാത്രം പുറത്തേക്ക് തള്ളുക. അത് കൂടുതലായിട്ട് സംഭവിക്കുന്നത് പ്രസവിച്ച് കഴിഞ്ഞ ഉടനെയാണ്. കാരണം പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ എടുത്ത് പ്രസവിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥത, അപ്പോൾ കൂടുതലായിട്ട് പശുക്കൾ മുക്കുകയും ആ മറുപിള്ളയോട് കൂടെ തന്നെ ഗർഭപാത്രം കംപ്ലീറ്റ് മുഴുവനായും പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഗർഭപാത്രം മുഴുവനായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ സേവനം അടിയന്തരമായിട്ട് ലഭ്യമാക്കേണ്ടതാണ്. കാരണം ഗർഭപാത്രം പുറത്തേക്ക് കിടന്ന 2-3 തരത്തിലുള്ള ദോഷങ്ങൾ വരാം. ഒന്ന്, ഗർഭപാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത. 2, ഗർഭപാത്രത്തിന് ക്ഷതം വരാനുള്ള സാധ്യത. 3, ഗർഭപാത്രത്തിലെ ഈ ക്ഷതവും ബ്ലീഡിങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ രോഗാണുക്കൾ പറ്റിപ്പിടിക്കാനും അങ്ങനെ യൂട്രസിനകത്ത് പഴുപ്പുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗർഭപാത്രം പുറത്തേക്ക് വന്നാൽ മുഴുവനായിട്ട് പ്രസവത്തോടു കൂടി ഗർഭപാത്രം മുഴുവനായിട്ട് പുറത്തേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടർ സേവനം തേടേണ്ടതും, നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറോട് പറയുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ആ ഗർഭപാത്രം നല്ലൊരു തുണി കൊണ്ട് നന്നായി മൂടി സൂക്ഷിക്കുകയും വേണം. തൊഴുത്ത് എപ്പോഴും വൃത്തിയായിട്ട്, പ്രത്യേകിച്ച് ഗർഭപാത്രം പുറത്തേക്ക് വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ചാണകവും മൂത്രവും പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് കർഷകർ അതീവ ജാഗ്രത പുലർത്തണം. തൊഴുത്ത് വൃത്തിയായിരിക്കണം. കാരണം തൊഴുത്തിനകത്ത് ചാണകത്തിനകത്ത് മുട്ടി ഗർഭപാത്രം കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂട്രൈൻ ഇൻഫെക്ഷൻ വരാനും പിന്നീട് അത് പാലുൽപാദനത്തെ ബാധിക്കാനും ഈവൻ മരണത്തിന് വരെ കാരണമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കർഷകർ കൂടുതൽ ശ്രദ്ധിക്കുക.